ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഈസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. മൈ ഡിയർ മുത്തുമണികളെ, നമ്മൾ ഇന്ന് കണ്ടാൽ കിളി പറക്കുന്ന നറൂട്ടോടെ ഒരടിപൊളി അടാറ് തട്ടുപൊളിപ്പൻ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. തുടക്കം മുതല് ഒടുക്കം വരെ നല്ല അടിപൊളി ട്വിസ്റ്റ് ഉള്ള ഒരു നല്ല എപ്പിസോഡ്. നറൂട്ടോ കുട്ടപ്പന്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഓടിവായോ, നമുക്ക് വേഗം തന്നെ കഥയിൽ കടന്നല്ല. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സാബുസയും അതുപോലെ തന്നെ അലറിക്കരയുന്ന നമ്മുടെ സാക്കുറയുടെ ശബ്ദമാണ് കേൾക്കുക. അടികിട്ടി പിരിവെട്ടി കിടക്കുന്ന നമ്മുടെ സാസുകയും നറൂട്ടോ കുട്ടപ്പനും സാക്കുറയ്ക്ക് എന്തു പറ്റിയെന്നറിയാതെ നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുക കാരണം അവർക്കൊന്നും കാണാൻ പറ്റില്ല. മാത്രമല്ല, അടികിട്ടി പപ്പടമായിട്ട് ആരാ എന്താന്ന് പോലും അറിയാതെ കിടക്കാണ് പാവം നമ്മുടെ കുട്ടപ്പൻ നറൂട്ടോ. ആകാശി കൂടെ ഉണ്ടായിട്ടും സാക്കുറയ്ക്ക് എന്തു പറ്റിയെന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ച് സാസുക നിൽക്കുമ്പോ ജീവനൊരു അംശം ബാക്കിയുണ്ടെങ്കിലും നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് നറൂട്ടോ ആവട്ടെ അവന്റെ സകല പവറും എടുത്ത് ഹക്കുവിന് നേരെ ഓടി വരുമ്പോ ഹക്കു ആവട്ടെ പറന്നു വന്ന് ഒരു സൂചി എടുത്ത് ഒരൊറ്റയേറ് കറങ്ങിത്തിരിഞ്ഞ് മലന്നടിച്ച് ചുരുണ്ടുകൂടി സാസുകയുടെ മുമ്പിൽ വന്ന് നറൂട്ടോ വീഴുമ്പോ ദയവായിട്ട് നീ ഇനിയും ഇങ്ങനെ അടി എരന്നു പോയി വാങ്ങിക്കരുതെന്ന് സാസുക അവനൊരു മുന്നറിയിപ്പ് കൊടുക്കും. മരണം വരെ ഞാൻ പോരാടുന്നു പറഞ്ഞ അവൻ വീണ്ടും എഴുന്നേക്കാൻ നോക്കുമ്പോ ഇനി ഇവനെ വിട്ടാല് ചിലപ്പോ കുട്ടപ്പം ബാക്കി ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഥയും തീർന്നു പോകും. എന്റെ കണ്ണ് ഉപയോഗിക്കേണ്ട സമയം വന്നു എന്ന് പറഞ്ഞ് സാസുക എഴുന്നേറ്റ് അവന്റെ കണ്ണുപയോഗിച്ച് ജിപ്സ് യൂസ് ചെയ്യാൻ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഹക്കു വീണ്ടും കുറെ അധികം സൂചി എടുത്ത് വലിച്ചെറിയും. പക്ഷെ ഇത്തവണ സാസുക ആവട്ടെ നിലത്ത് കിടന്ന ഒരു സൂചി ഉപയോഗിച്ചുകൊണ്ട് ആ സൂചി എല്ലാം തന്നെ തട്ടിത്തെറിപ്പിക്കും. ഒരു നിമിഷം ഹക്കു തന്നെ ഒന്ന് ഷോക്കായി പോകും. പെട്ടെന്ന് ഹക്കു ചാടി ഓരോരോ ഗ്ലാസ്സിൽ കൂടെ പോയിട്ട് ഒരുപാട് സൂചി അവർക്ക് രണ്ടുപേർക്ക് നേരെ വലിച്ചെറിയും. വെറും ഒരു സിംഗിൾ സൂചി കൊണ്ട് ആ 32,232 സൂചികളും നമ്മുടെ ചെക്കൻ തട്ടിത്തെറിപ്പിക്കും. അതും പോരാഞ്ഞ് പിന്നെ മുക്കിയും മൂളിയും അവനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന നറൂട്ടോ കുട്ടപ്പനെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹക്കു ആവട്ടെ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. ഹക്കുവിന്റെ ആക്രമണം ഏത് സമയവും പ്രതീക്ഷിച്ചിരിക്കുന്ന സാസുക ആവട്ടെ നറൂട്ടോയുടെ അടുത്ത് നീ റിലാക്സ് ചെയ്യ്, ഞാൻ ഈ കാര്യങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറയുമ്പോ എന്നെ ആരും നോക്കണ്ട, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ വീണ്ടും എഴുന്നേക്കാൻ ശ്രമിച്ച് അങ്ങനെ തന്നെ ഉരുണ്ട് വെടച്ച് താഴെ വീഴും. കുട്ടപ്പൻ അവന്റെ ഫുൾ എനർജി എടുത്തുകൊണ്ട് തന്നെ നേരെ നിൽക്കാൻ പോലും അവനെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ എന്നേക്കുമായിട്ട് പവർ പോയി സ്വിച്ച് ഓഫ് ആയി നമ്മുടെ ആള് താഴെ വീഴുമ്പോ ഈ ഗ്യാപ്പില് ഹക്കു ആവട്ടെ സാസുകയെ പോയിന്റ് ചെയ്ത് അവന്റെ നേർക്ക് വീണ്ടും വീണ്ടും നീഡിലുകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ചെറുക്കന് ടെക്നിക്ക് പിടികിട്ടിയതുകൊണ്ട് തന്നെ ഇത്തവണയും അവൻ നീഡിൽസുകളുടെ എല്ലാ ഇടയിൽ നിന്ന് സുഖമായിട്ട് രക്ഷപ്പെടും. ഇനി ഞാൻ കറങ്ങി നിന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഹക്കു കറങ്ങി ഓരോ നീഡിലും വലിച്ചെറിയുമ്പോ വളരെ സാവകാശം ഓരോന്നും ശ്രദ്ധിച്ച് തട്ടിത്തെറിപ്പിച്ച് അതിനിടയില് പാവം നമ്മുടെ നറൂട്ടോ കുട്ടപ്പനെയും കൂടെ തൂക്കിയെടുക്കാണ് സാസുക. ചിപ്സും ചക്രാസും ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സാസുകയുടെ കഥ ഇപ്പൊ കഴിയും നോക്കുകയാണെങ്കിൽ തലകുനിച്ച് അവൻ മുകളിലേക്ക് അവന്റെ കണ്ണുകൾ ഉയർത്തുമ്പോ രണ്ട് കണ്ണും സാക്ഷാൽ ശരീരം കണ്ണുകളായിട്ട് തന്നെ കാണാൻ സാധിക്കും. കാക്കാഷിക്ക് പോലും ഒരേ ഒരു ശരീരം കണ്ണു മാത്രമാണുള്ളത്. പക്ഷെ നമ്മുടെ ചെറുക്കന് രണ്ടും ശരീരം കണ്ണായിട്ടാണ് കാണപ്പെടുക. ഷോക്കായി ഒരു നിമിഷം നിന്നു പോകുന്ന ഹക്കു അപ്പോഴാണ് ഒരു കാര്യം തന്നെ തിരിച്ചറിയുക. ഹക്കുവിനുള്ളത് പോലെ തന്നെ ഗഗ്ഗൈ പവർ നമ്മുടെ സാസുകയ്ക്കും ഉണ്ട്. ഇനിയും അവന്റെ മുമ്പിൽ കളിച്ചാല് പണി പാളുമെന്ന് മനസ്സിലാക്കി ഹക്കു അവന്റെ രണ്ട് കണ്ണിലും നോക്കി നിൽക്കുമ്പോ ഹക്കുവിന് മനസ്സിലാവും തന്റെ സമയം ഏകദേശം എണ്ണപ്പെട്ടു എന്ന്. തളർന്നു കിടക്കുന്ന നറൂട്ടോ കുട്ടപ്പനെ ഇനി കശാപ്പിയാന്നും പറഞ്ഞ് അവന്റെ നേർക്ക് പോകുമ്പോ ഹക്കുവിനെ തടയാനായിട്ട് സാസുക ആവട്ടെ പാവം നമ്മുടെ നറൂട്ടോടെ മുൻപിൽ കയറി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ സാബുസയുടെ കത്തി കൊണ്ട് വെട്ടേറ്റ് വീണത് മറ്റാരുമല്ല, സാക്ഷാൽ കാക്കാസിയാണ്. ബ്ലഡ് പോയി നമ്മുടെ പാവം കാക്കാശി സബൂസയെ നോക്കുമ്പോ നീ ഇപ്പൊ തന്നെ ഞങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോ, അല്ലെങ്കിൽ ഹക്കു നിന്റെ രണ്ട് പിള്ളേരെയും കൊല്ലും. എല്ലാവരെയും ഞങ്ങൾ ഇല്ലാതാക്കണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞ അവനിപ്പോ ആ ഒരു പുകയുടെ ഇടയിൽ കൂടെ മറിഞ്ഞു പോവും. സബൂസയുടെ വാക്ക് കേട്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയത് കാക്കാസിക്കല്ല, പാവം നമ്മുടെ സാക്കുറയ്ക്കാണ്. നോ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നറൂട്ടോ കുട്ടപ്പൻ അവൻ ഹൈപ്പർ ആക്റ്റീവ് നിഞ്ചയാണ്. അവന്റെ കൂടെ കൂർമ്മ ബുദ്ധിയുള്ള സാസുക ഉള്ളിടത്തോളം കാലം അവർക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് കാക്കാസി അവന്റെ മനസ്സിൽ കണക്ക് കൂട്ടും.
സാസുക അവൻ ഹിഡൻ വില്ലേജിൽ ഒരുവനാണെന്ന് പറയുമ്പോ സാബുസ ശരിക്കും ഷോക്കായിട്ട് ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാതോർത്തിരിക്കും. ഫേമസ് ആയിട്ടുള്ള കക്കൈ ഗംഗൈ ഉച്ചകൈ ചേർന്നവനാണ് സാബുസയും. അവനൊരു ജീനിയസ് ആണെന്ന് പറയുമ്പോ ആ ഒരു ക്ലാനില് ഇവൻ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് നമ്മുടെ സാബുസ ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് ഹക്കുവിനെ സാസുക തൂക്കിയെടുത്ത് ദൂരെ എറിഞ്ഞെന്ന് സാബുസ മനസ്സിലാക്കും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഹക്കുവിന്റെ സീക്രട്ട് നിഞ്ച അറ്റാക്കിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് പറഞ്ഞ് സാബുസ വീണ്ടും അവിടുന്ന് മുങ്ങും. കാക്കാഷി കുടിയനമ്മാവനെ നമ്മുടെ സാക്കുറയെ ഏൽപ്പിച്ചതിന് ശേഷം സാബൂസയുടെ കഥ കഴിക്കാനായിട്ട് പുകയ്ക്കുള്ളിൽ പോകുമ്പോ ഇവിടെ നമ്മുടെ ചെക്കന് പതിയെ ബോധം തെളിയും. നോക്കുമ്പോ ദാണ്ട് കിടക്കുന്നു ഹക്കു ഇടിയാ പൊളിയ നിലത്ത്. മൊത്തേ സാസുകയെ നീ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞ് അവന്റെ ബോഡിയിൽ നോക്കുമ്പോ ആയിരിക്കും ഒരുപാട് സൂചി കുത്തിക്കയറി ബ്ലഡിൽ കുളിച്ചു നിൽക്കുന്ന നമ്മുടെ സാസുകയെ നറൂട്ടോ കാണുക. നിന്റെ സെന്റി ഫേസ് ഇവിടെ ആവശ്യമില്ല, നീ സ്ട്രോങ് ആകണമെന്ന് സാസുക പറയുമ്പോ നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് നറൂട്ടോ അവന്റെ അടുത്ത് ചോദിക്കും. പെട്ടെന്ന് സാസുകയ്ക്ക് പഴയ നറൂട്ടോയുടെ ചില കുത്സിത പ്രവർത്തനങ്ങളൊക്കെ ഓർമ്മ വരുമെങ്കിലും അതൊക്കെ കണ്ണടച്ച് സഹിച്ച് എനിക്ക് നിന്നെ തീരെ ഇഷ്ടല്ല, പക്ഷെ എന്നാലും എനിക്ക് നിന്നോട് എന്തോ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോ എന്ത് ഫീലിങ്സ് പറയൂ, എന്താണ് നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോ പാവം നമ്മുടെ സാസുക ആവട്ടെ തീർത്തും ടയർഡായി താഴേക്ക് വീഴാൻ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് നറൂട്ടോ കുട്ടപ്പൻ അവനെ താങ്ങി പിടിച്ച് മടിയിൽ കിടത്തും. സാധാരണ എപ്പോഴും തളർന്നു വീഴുന്നത് നമ്മുടെ നറൂട്ടോ കുട്ടപ്പനാണ്, പക്ഷെ ഇത്തവണ ആദ്യമായിട്ട് നറൂട്ടോ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തുമ്പോ സാസുകയുടെ അവസ്ഥ കണ്ട് അവന്റെ കണ്ണുപോലും നിറഞ്ഞു പോവും. അതുമാത്രമല്ല അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് പാവം നമ്മുടെ സാസുക അവിടെ മരിച്ചു പോവും. ഈ ഒരു കാര്യം അവന്റെ കൊച്ചു ഹൃദയത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഹക്കു വളരെ കൂളായിട്ട് നറൂട്ടോയുടെ മുൻപിലേക്ക് വന്നിട്ട് ഇത്രയേ ഉള്ളൂ, ഇതാണ് നിഞ്ചയുടെ ലൈഫ്, ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫാണെന്ന് പറഞ്ഞ് ഹക്കു വീണ്ടും ആ ഒരു മിററിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും എന്തൊക്കെയാണെങ്കിലും എനിക്ക് സാസുകയെ ഇഷ്ടമല്ലെങ്കിൽ പോലും നീ ഇപ്പൊ ചെയ്തതിന് നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കലിപ്പ് അടക്കാനാവാതെ നറൂട്ടോ അവന് ചുറ്റും ഒരു തീ ഗോളായിട്ട് കറങ്ങാൻ തുടങ്ങും. മുഖം ഉയർത്തി നോക്കുമ്പോണ്ട് വളരെ വിചിത്രമായിട്ട് നറൂട്ടോയുടെ മുഖം കാണുമ്പോ ഇതെന്ത് നിഞ്ച ടെക്നിക് ആണെന്ന് ഹക്കൂന് പോലും മനസ്സിലാവില്ല. നറൂട്ടോയുടെ ബോഡിയിലെ ആ ഒരു തീഗോളങ്ങള് 9 കാലുള്ള കുറുക്കന്റേത് പോലായി തീരും. അവന്റെ കൊച്ചു ദേഹത്ത് തറച്ചിരുന്ന എല്ലാ സൂചി ഇപ്പോ തെറിച്ചു പോയിട്ട് ഹക്കുവിന്റെ നെഞ്ചത്ത് തന്നെ കുത്തിക്കേറും. അതുമാത്രമല്ല നമ്മുടെ കുട്ടപ്പന്റെ കയ്യിലുണ്ടായിരുന്ന ഓരോ മുറിപ്പാടും ഇപ്പൊ പതിയെ പതിയെ പെട്ടെന്ന് ഹീലാവും. ഇതിപ്പോ എന്താ ഉണ്ടായേ എന്ന് പറഞ്ഞ് ഹക്കു നറൂട്ടോയെ നോക്കുമ്പോ അവന്റെ മുഖം കോപം പൂത്ത ഒരു ഭീകര കുറുക്കന്റേത് പോലെ കാണപ്പെടും. ഹക്കു മാത്രമല്ല ഇത് കണ്ട് പേടിച്ചത്, സബൂസയും ഒപ്പം നമ്മുടെ കാക്കാഷിയും ഈ ഒരു കാര്യം കണ്ട് ഞെട്ടി വിറങ്ങലിച്ചു നിൽക്കും. ആ ഭീകര സത്വം പുറത്തു വന്നാല് എന്താ നടക്കാന്ന് പോലും അവർക്കൊരു ഐഡിയ ഇല്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വളരെയധികം പേടിച്ച് സബൂസ ചോദിക്കുമ്പോ നറൂട്ടോ ഉസുമാക്കി എന്ന് കാക്കാഷി മറുപടി പറയും. അവനിപ്പോ പൂർണ്ണമായിട്ടും ആ ഒരു 9 കാലുള്ള കുറുക്കനായി മാറി. അതിന്റെ ഒരു വാൽ വെച്ച് അടിച്ചാൽ തന്നെ വലിയ പാറ പോലും തഴുവിട് പൊടിയാവും. ഈ ഒരു കുറുക്കം പുറത്തു വന്നാല് വില്ലന്മാർക്ക് മാത്രമല്ല ഈ വില്ലേജിന് പോലും അത് വലിയ ആപത്താണെന്ന് മനസ്സിലാക്കിയ കാക്കാഷി എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കണ്ടെത്തണമെന്ന് ആലോചിക്കാൻ തുടങ്ങും. ഈ ഒരു 9 കാലുള്ള കുറുക്കൻ അതിന്റെ തനി രൂപത്തിലല്ല പുറത്തു വന്നിരിക്കുന്നത്, നറൂട്ടോയുടെ രൂപത്തിൽ തന്നെ ചെറിയ ചേഞ്ചസോട് കൂടെയാണ്. കയ്യിലെയും കാലിലെയും നഖങ്ങൾ നീണ്ടുവന്ന് മുഖമുന്തി അങ്ങനെ ഒരു ഭീകര സത്വമായിട്ടാണ് ഇപ്പൊ ആ മൃഗത്തെ കാണപ്പെടുക. അതിനെല്ലാം ഉപരിയായിട്ട് ആ ഒരു 9 കാലുള്ള കുറുക്കന്റെ മുഴുവൻ പവറും ഇപ്പോ നമ്മുടെ നറൂട്ടോയുടെ കയ്യിലുണ്ട്. നിന്നെ കൊല്ലാതെ വിടില്ല എന്ന് ഹക്കുവിന്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന നറൂട്ടോ കുട്ടപ്പനോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ ഒരു അടിപൊളി എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.